ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിക്സ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലാക്കറ്റ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ അതൊരു ചുരിദാർ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ നൈറ്റിയുടെ യോക്കിൽ വേറൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്ലാക്കറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് വളരെ ഭംഗിയുള്ളതായിട്ടുള്ളൊരു നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 മീറ്റർ നൈറ്റി ബിറ്റാണ് എടുത്തേക്കുന്നത്. യോക്കിന് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 മീറ്റർ പ്ലെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. ആദ്യം ഈ ക്ലോത്ത് ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ലെങ്ത്ത് മെഷർമെൻ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് 4ആയിട്ട് മടക്കിയിടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫോൾഡ് വശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടു. അപ്പോൾ ഈ നൈറ്റി ബിറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 34 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 57 ഇഞ്ചുമാണ്. താഴെ നിന്നും നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണോ അതിൽ നിന്നും മെഷർമെൻറ്റിൽ നിന്നും 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 55 ആണ് എനിക്ക് വേണ്ടത്. 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 57ൽ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വേണം ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുവാൻ. ഇനി ഫോൾഡ് വശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിപ്പോൾ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ നൈറ്റി ബിറ്റിൻ്റെ ലെങ്ത്ത് 57 ആയതുകൊണ്ട് ഞാനത് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഷോൾഡർ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ കുർത്തിക്കൊക്കെ 7.5 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നൈറ്റി ആയതുകൊണ്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 8ലൊരു മാർക്കിങ് ചെയ്തു. അതിനുശേഷം ആം ഹോളും 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. അപ്പോൾ ഷോൾഡർ എത്രയാണ് എടുക്കുന്നത് അത്ര തന്നെ ആം ഹോളും എടുക്കുക. അതിനുശേഷം ചെസ്റ്റ് മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 40 ചെസ്റ്റ് സൈസിൻ്റെ ഒരു നൈറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 4 10 ഇഞ്ച് പ്ലസ് 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തു. ഇനി മുകളിൽ നിന്നും വേസ്റ്റ് ലെങ്ത് 14.5ഉം ഹിപ്പ് ലെങ്ത് 20യും മാർക്ക് ചെയ്തെടുക്കുക. ഇനി വേസ്റ്റ് റൗണ്ട് എടുക്കുക. അപ്പോൾ വേസ്റ്റ് റൗണ്ട് 38 ആണ്. 38 ഡിവൈഡ് ബൈ 4 9.5 പ്ലസ് 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഹിപ്പാണ് എടുക്കേണ്ടത്. ഹിപ്പ് റൗണ്ട് വരുന്നത് 42 ആണ്. 42 ഡിവൈഡഡ് ബൈ 4 10.5 പ്ലസ് 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അതൊരു മാർക്ക് ചെയ്തെടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി ആം ഹോൾ കർവ് വരയ്ക്കുക. അപ്പോൾ ഈ കോർണറിൽ നിന്നും 1.5ലൊരു മാർക്കിങ് ചെയ്തിട്ട് ഒരു കർവായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് വരയ്ക്കുക. അപ്പോൾ ഈ മാർക്കിങ്ങിൽ നിന്നും ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വരച്ചിട്ട് വേണം ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഹിപ്പിൻ്റെ അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ ഒരു ലൈൻ വരച്ച് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഞാൻ ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്യുന്നത് കൊണ്ട് ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നൈറ്റി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് മാറ്റിയിട്ട് ഫ്രണ്ട് ആം ഹോൾ മാത്രം ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് ആം ഹോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ നൈറ്റിയുടെ ബാക്കി പാർട്ടിൽ നിന്നും നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ 7 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്തെടുക്കുക. ഇനി ക്ലോത്ത് വിട്ടെടുത്തേക്കുന്നത് ആം ഹോൾ പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്തിട്ട് ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നിന്നും ഒരു 4.5ലൊരു മാർക്കിങ് ചെയ്തിട്ട് ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 6 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് പ്ലസ് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് 7ലൊരു മാർക്കിങ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ ഫ്രണ്ടിൻ്റെ റൈറ്റ് സൈഡും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ പാർട്ടാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 13 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചുമാണ്. ഇനി ഇത് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ആണ്. അതിനുശേഷം മുകളിൽ നിന്നും നെക്ക് ലെങ്ത്ത് എടുക്കുക. അപ്പോൾ 5.5ലൊരു മാർക്കിങ് ചെയ്തിട്ട് അതൊരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് മുകളിൽ നിന്നും യോക്കിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ 13 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്നും ഒരു 3.5ലൊരു മാർക്കിങ് ചെയ്തെടുക്കുക. ഇനി മുകളിൽ നിന്നും ഒരു 5 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്യുക. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 കഴിഞ്ഞിട്ട് ബാക്കി 3 ഇഞ്ചാണ് എക്സ്ട്രാ ഉള്ളത്. അത് മാർക്കിങ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നെക്കിന് യു നെക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു യു ഷേപ്പിലൊരു മാർക്കിങ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇനിയിപ്പോൾ ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് യോക്കിന് വയ്ക്കുന്ന ഏത് ക്ലോത്താണോ അതിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലെയിൻ വൈറ്റ് ക്ലോത്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ക്യാൻവാസ് ഷീറ്റ് നമുക്ക് ഈ വൈറ്റ് ക്ലോത്തിലേക്ക് ഒന്ന് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഈ ക്യാൻവാസ് ഷീറ്റും ഈ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സൈഡ് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ കോർണേഴ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിതുപോലെയൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഈ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ക്ലോത്ത് ഇപ്പം ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഫ്രണ്ട് പാർട്ട് എടുക്കുക, അതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നൈറ്റിയുടെ റോങ് സൈഡിൽ വേണം നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈറ്റിയുടെ റോങ് സൈഡിലേക്ക് നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡ് സെൻറ്ററിനോട് മാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പിന്നപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഷേപ്പിൽ യു ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നൈറ്റിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെ ആ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. ഇനി നമുക്ക് അത് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. പ്രസ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നെക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കുക. ഇപ്പോൾ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ലേസ് ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ നൈറ്റിയുടെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പ്ലാക്കറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ നൈറ്റിയുടെ സെൻറ്ററിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു സ്കെയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ പ്ലാക്കറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 8 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ പ്ലാക്കറ്റ് എടുക്കേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കുക. അപ്പോൾ ഞാൻ 8 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തു. അതിനുശേഷം നമ്മൾ താഴെ ഒരു 1/2 ഇഞ്ചിൽ 2 സൈഡിലേക്കും ഒരു മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പ്ലാക്കറ്റിന് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്ത് എടുക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മൾ പ്ലാക്കറ്റ് 8 ഇഞ്ചാണ് വയ്ക്കുന്നതെങ്കിൽ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻട്രൽ നിന്ന് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്ലാക്കറ്റ് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 പ്ലാക്കറ്റും 2 ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്. ഒന്ന് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കും അതിൻ്റെ ഓപ്പണിങ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പ്ലാക്കറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ലൈൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം താഴെ സ്റ്റിച്ച് ചെയ്ത ആ പോർഷനിൽ വരുമ്പോൾ നമ്മളൊരു വി ഷേപ്പിൽ വേണം വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻ താഴത്തേക്ക് വെച്ചിട്ട് നമ്മൾ 2 ഡയറക്ഷനിലേക്കാണ് പ്ലാക്കറ്റിൻ്റെ ഓപ്പണിംഗ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പണിങ്ങിലേക്ക് ഈ ഒരു പോർഷൻ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തുമ്പോൾ നമുക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നൈറ്റിയുടെ ഒരു സൈഡിലെ പ്ലാക്കറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ
ഓപ്പോസിറ്റ് സൈഡിലെ പ്ലാക്കറ്റും ചെയ്തെടുക്കുക. ആ ഓപ്പണിങ്ങിനുള്ളിലേക്ക് ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എക്സ്ട്രാ ഉള്ള ആ പീസ് 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം 2 പ്ലാക്കറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വളരെ ഫിനിഷിങ്ങിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ താഴ്ഭാഗത്ത് ആദ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻ അത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ അകത്തുനിന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ആ പോർഷൻ ഒന്നും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എത്രയാണോ ഓപ്പണിങ് കൊടുക്കേണ്ടത് അപ്പോൾ അത് അത്രയും വിട്ടിട്ട് ബാക്കി നമുക്കൊന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ താഴത്തു നിന്നും ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ഭാഗം ഓപ്പണിംഗ് ആയിട്ട് വിടുകയാണ്. അവിടെ നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നൈറ്റിയുടെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓപ്പണിങ്ങിൻ്റെ അവിടെ ബട്ടൺസ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഉൾഭാഗത്ത് 2-3 ഹുക്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ നെക്കിൻ്റെ മെഷർമെൻറ്റിൽ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ 3½ ആണ് ഞാൻ നെക്ക് വിട്ടെടുത്തേക്കുന്നത്. അപ്പോൾ ആ സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും 3½ മാർക്കിംഗ് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ പീസ് ക്ലോത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ മെഷർമെൻറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് പിന്നപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തെ ക്ലോത്ത് ഒന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അതിന് ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്തിട്ട് അത് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം അത് അകത്തേക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഫ്രണ്ട് പോർഷനിലേക്ക് ബാക്ക് പോർഷൻ്റെ നല്ല വശവുമായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം സ്ലീവിന് താഴ്ഭാഗത്ത് ഇതിൻ്റെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലീവും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സ്ലീവും ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നൈറ്റിയുടെ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്ലീവ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വെട്ടിയിരുന്ന ആ പോർഷൻ ഫ്രണ്ട് സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ റൈറ്റ് സൈഡുമായിട്ട് ആ സെൻറ്ററിലൊന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാൻ വേണ്ടിയിട്ട്. സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും അതുപോലെ തന്നെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്ലീവ്സ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്ലീവിന് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ അവിടെ നിന്നും എത്രയാണോ ലൂസ് വേണ്ടത് അത്രയും. ഇപ്പോൾ ചുരിദാർ കട്ട് 80 ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ലൂസിങ്ങിന് എത്രയാണോ വിട്ട അത്രയും മാർക്ക് ചെയ്തിട്ട് 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബോട്ടം സൈഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് ലെങ്തിന് വിട്ടിരുന്നത്. അപ്പോൾ 1 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതും സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ നൈറ്റിയുടെ 2 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ളതും എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.